ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ദിവസം ടാസ്കിനിടയിൽ കൊടുത്ത ആ എഗ്ഷെലിന്റെ തൊപ്പി മാറ്റിക്കൊള്ളാൻ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. ആര്യന്റെ കിളി പോയ അവസ്ഥയിലൂടെയാണ് പുള്ളിക്കാരൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല സ്റ്റേറ്റ്മെന്റ്സും പല കാര്യങ്ങളും ഒക്കെ ആര്യൻ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ തൊപ്പി മാറ്റാൻ പറഞ്ഞപ്പോൾ പോലും ഒരു ദിവസം കൂടെ വെക്കാന്ന് തിരിച്ച് ബിഗ് ബോസിനോട് പറയുന്ന കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന 5 കിലോ പഞ്ചസാര നെവിൻ തീർത്തു എന്ന് പറഞ്ഞ് അനുമോളും നെവിനുമായിട്ട് വഴക്കായി. എപ്പോഴും പഞ്ചസാര എടുത്ത് കഴിക്കും, എപ്പോഴും കട്ടൻ ചായ ഇട്ട് കുടിക്കും, അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ്സ് ആണ് അനുമോള് പറഞ്ഞത്. എടുത്ത് കഴിച്ചിട്ടുണ്ട്, കട്ടൻ ചായ കുടിക്കാൻ തോന്നിയപ്പോൾ കുടിച്ചിട്ടുണ്ട്, ഇങ്ങനെ തോന്നിയ പോലെ നെവിൻ എന്താ കൊമ്പുണ്ടോന്ന് അനുമോള് ചോദിച്ചു. ഈ വെകിളി വർത്താനം നിർത്താൻ അനുമോളോട് നെവിൻ പറഞ്ഞു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു കോഴിപ്പോര്. 3 വൃത്തങ്ങളുണ്ടാവും, അതിനകത്ത് കോഴിയുടെ പാവകൾ വെച്ചിട്ടുണ്ടാവും. ബസർ ടു ബസറിന്റെ ഇടയിൽ ഓരോരുത്തരും അവരവരുടെ വൃത്തത്തിനകത്തിരിക്കുന്ന പാവകളെ മറ്റുള്ളവരുടെ വൃത്തത്തിൽ കൊണ്ടുവെക്കണം. ബസർ അടിച്ചപ്പോൾ ഏറ്റവും കുറവ് കോഴികൾ ഉണ്ടായിരുന്നത് അപ്പാനിയുടെ വൃത്തത്തിനുള്ളിലായിരുന്നു. അങ്ങനെ അപ്പാനി ടാസ്കിൽ വിജയിച്ചു, ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. യോഗർട്ട് ഷെയർ ചെയ്യാത്ത എന്താണെന്നുള്ള ചോദ്യം ബിന്നി അവിടെ ചോദിച്ചു. അതിനെ തുടർന്ന് അനീഷ് ആര്യനെ ചോദ്യം ചെയ്തു. സാൻഡ്വിച്ചും കേടുമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. കേടിന്റെ വഴക്കങ്ങനെ നീണ്ടു പോയപ്പോൾ ഷാനവാസും കേടെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഹണിയും ചീസും എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ ആളിപ്പോൾ തന്നെ പോയി കേട് കഴിച്ചത് എന്തിനാണെന്ന് അക്ബർ ചോദിച്ചു. അക്ബറിനോട് മുരിക്കുമുള്ളിൽ കയറാനും നീ എന്റെ പണി നോക്ക്, എന്നെ ഉണ്ടാക്കാൻ വരണ്ടെന്നെല്ലാം പറഞ്ഞ് ഷാനവാസ് നൈസായിട്ട് വിട്ടുപോയി. അനീഷിന് കിട്ടേണ്ട പോഷൻ കിട്ടിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു. അതിനുശേഷമായിരുന്നു സ്വേച്ഛാധിപതി ടാസ്ക്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷം. അതിനൊപ്പം വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രമിക്കണം കേട്ടോ. സ്വേച്ഛാധിപതി ടാസ്ക് സർവാധികാരികളാവുന്ന ഒരു ടാസ്ക് ആണ്. ആദ്യ റൗണ്ടിൽ 15 പേരിൽ നിന്ന് 6 പേരെ തെരഞ്ഞെടുക്കും. എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരമുണ്ട്. ഓരോരുത്തരോടും ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് ഒരു ചോദ്യം ചോദിക്കും. തൃപ്തികരമായ ഉത്തരം നൽകുന്ന 6 പേരെ തെരഞ്ഞെടുക്കും. എല്ലാത്തിനും കൂടെ 3 മിനിറ്റ് ലഭിക്കും. അഭിലാഷ്, ഒനിൽ, ജിസൈൽ, നെവിൻ, അനു, ശൈത്യ ഇവരെയാണ് തിരഞ്ഞെടുത്തത്. ഗ്രൂപ്പ് കഴിച്ച് അനീഷിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അനീഷും ആദില നൂറയും തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു. അത് അനീഷ് വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിച്ചെങ്കിലും ആദില അതൊരു ഫണ്ണായിട്ടാണ് എടുത്തത്. അതിനുശേഷമായിരുന്നു രണ്ടാമത്തെ റൗണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട 6 പേരിൽ നിന്ന് 3 പേരടങ്ങുന്ന 2 ടീമായിട്ടാണ് മത്സരിച്ചത്. ബസർ അടിക്കുമ്പോൾ 15 സെക്കൻഡിനുള്ളിൽ ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരെ പുറത്താക്കാൻ ഡിസൈഡ് ചെയ്യണം. അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് ഓരോ ടീമിൽ നിന്ന് ആര് പോകണം തീരുമാനിക്കും. 15 സെക്കൻഡിനുള്ളിൽ അവർക്ക് തീരുമാനിക്കാൻ സാധിച്ചില്ല. സോ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരെ പുറത്താക്കി. ടീം എയിൽ നിന്ന് ഒനീലിനെയും ടീം ബിയിൽ നിന്ന് അനുമോളെയാണ് പുറത്താക്കിയത്. ഓരോരുത്തരും ഫോട്ടോ അവിടെയുള്ള ക്ലിപ്പിൽ തൂക്കിയിട്ട് ആ ടീമിലെ ബാക്കിയുള്ള 2 പേരും ചേർന്ന് കത്തിച്ച് കളയാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഫോട്ടോ കത്തിക്കാൻ തുടങ്ങിയതോടുകൂടി അവിടെ പരിപാടി തുടങ്ങി. അനുമോള് കരച്ചിൽ. പുള്ളിക്കാരത്തി അവിടെ ഭയങ്കര ഇമോഷണൽ ഐറ്റം ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്ര നാൾ ബിഗ് ബോസ് കണ്ടവർക്ക് ആ ഒരു ടാസ്ക് എന്താണെന്ന് അറിയാൻ പറ്റും. പുള്ളിക്കാരത്തിനെ തെരഞ്ഞെടുത്തതിലല്ല, ഫോട്ടോ കത്തിച്ചതിലുള്ള വിഷമമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുള്ളിക്കാരത്തിന്റെ ഫോട്ടോ പുള്ളിക്കാരത്തിന്റെ മുമ്പിൽ വെച്ച് കത്തിക്കണമെന്നൊക്കെ പറഞ്ഞാണ് കരച്ചിൽ. ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോ ആരും കത്തിക്കില്ല എന്നൊക്കെ പുള്ളിക്കാരത്തി പിന്നീട് പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാം. 3-ാം റൗണ്ട് വടംവലിയായിരുന്നു. ബെസ്റ്റ് ഓഫ് 3 ആയിരുന്നു നോക്കിയത്. നിവിന്റെയും ജിസേലിന്റെയും ടീം അഭിലാഷിന്റെയും ശൈത്യയുടെയും ടീമിനെ തോപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ 2 റൗണ്ടുകൾ തോപ്പിച്ചുകൊണ്ട് 3-ാമത്തെ റൗണ്ട് ഉണ്ടായില്ല. ആ ഒരു 3-ാമത്തെ റൗണ്ട് ജയിച്ച് നിവിനും ജിസേലും സ്വേച്ഛാധിപതികളാണ്.